Good morning. Good morning, ma'am. Good morning, miss. Good morning, miss. Good morning. Morning. Good morning, ma'am. Good morning. പേജ് നമ്പർ ഒന്ന് പറയാമോ? $77. Okay. Very good morning to all. ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ടെസ്റ്റ് പ്രാക്ടീസസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ടീമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ടെസ്റ്റ് പ്രാക്ടീസസ് ആണ് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്നത് എക്യുപ്മെന്റ്സുമായി റിലേറ്റഡ് ചെയ്ത് ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. അപ്ലൈ proactive maintenance management measures. Apply proactive maintenance management measures.
അതായത് സജീവമായിട്ടുള്ള അറ്റകുറ്റപ്പണികളുടെ പുതിയ നടപടികൾ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള മെഷേഴ്സുകൾ സ്വീകരിക്കുക. ഓക്കെ, we do not have the luxury of waiting for equipment to break down before scheduling maintenance work. You need to take initiative. If the budget is tight, focus on preventive maintenance. അതായത് നമ്മളൊരു വലിയൊരു എക്യുപ്മെന്റ്സ് അത് തകരാറാവുന്നത് വരെ തകരാറാവാനായിട്ട് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള റിപ്പയറിംഗ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ എന്താണ് ചെയ്യേണ്ടത്? ഇടയ്ക്കിടയ്ക്ക് തന്നെ എന്താണ് അതിന്റെ മെയിൻ്റനൻസ് വർക്ക് നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അതായത് അതിനുള്ള മെയിൻ്റനൻസ് വർക്കുകൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തില് നമ്മുടെ എക്യുപ്മെന്റ്സുകൾ, വില കൂടിയ എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും, അത് തകരാറാവുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തിരിക്കണം? പ്ലാൻ ചെയ്തിട്ട് അത് എന്തായാലും റിപ്പയറിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മള് നീഡ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ്, അതിന് മുൻകൈ എടുക്കുക തന്നെ വേണം അല്ലെ? അത് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതായത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായിട്ട് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരാം. ഇഫ് ദ ബഡ്ജറ്റ് ഈസ് ടൈറ്റ്, ഫോക്കസ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. അപ്പൊ പ്രതിരോധ അറ്റകുറ്റപ്പണികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ മെയിൻ്റനൻസ് വർക്കിനാണ്. അതിനുവേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം അത്തരത്തിലുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ഒരു ഉപകരണം തകരാറിലാവട്ടെ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തു വേണം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ടീം ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്താണ് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നേതൃത്വം എടുത്തുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് കൂടി നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. That if you have some cash to spend, consider investing in productive technology. If you have some cash to spend, consider investing in productive technology. ഇനി ഇപ്പൊ അത്യാവശ്യം ഏതെങ്കിലും ബാലൻസ്ഡ് പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ ചെലവഴിക്കാനായിട്ട് അത്യാവശ്യം ഒരു പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്? അത്യാവശ്യം ഇത്തരം ഉപകരണങ്ങളുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അത് മാറ്റി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് പ്രൊഡക്റ്റീവ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു ഉപകരണം ഇനി തകരാറിലാവാൻ സാധ്യതയുണ്ട്, നമ്മളത് പ്രൊഡിക്റ്റ് ചെയ്യണം അല്ലെ? ചിലപ്പോൾ സാധ്യത എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല എപ്പോഴാണ് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ആ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്താണ് കുറച്ച് എമൗണ്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഉപകരണങ്ങൾക്ക് തകരാറ് വന്നു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു എമൗണ്ട് എടുത്തിട്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താവുന്നതാണ്. അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ നമുക്ക് നടത്താൻ സാധിക്കും. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇനി എന്താണ് ഒരു പ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്? പ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ കുറിച്ചാണ് പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രവചനാത്മകമായി അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ സെയിം. അതായത് ഏതെങ്കിലും എക്യുപ്മെന്റ്സിന്, ലക്ഷ്യോർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന് തകരാറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കല്ലേ? ഇത് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നതാണ് എന്താ പ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ട സാധ്യതകൾ നമ്മൾ കണ്ടെത്തും. കൺസിഡർ ദിസ്. വാട്ട് ഇഫ് വി ടോൾഡ് you that instead of your surgeon facing, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റീവ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? Instead of your surgeon facing the unpleasant surprise of faulty anesthesia machine just minutes before surgical procedure, it's possible for the machine to have warned your maintenance team day or weeks before the surgery that it needs repair. ഇപ്പോ എന്താണ് ഒരു സർജൻ അനസ്തേഷ്യ പെർഫോം ചെയ്യാൻ അനസ്തേഷ്യ മെഷീൻ എടുത്തുകൊണ്ട് പെർഫോം ചെയ്യാവുന്ന സമയത്ത്, അതായത് ഓപ്പറേഷന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു ഉപകരണം എടുത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് എന്താണ് അതിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ കാണും. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അപ്പൊ സർജറി പ്രൊസീജിയർ അവിടെ തടസ്സപ്പെടല്ലേ? അപ്പൊ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഏത് മെഷീൻസ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ആഴ്ചകളോ മാസങ്ങൾക്കോ മുമ്പ് തന്നെ നമ്മൾ എന്താണ് അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ഒരിക്കലും ഒരു ഓപ്പറേഷൻസ് നടക്കുന്ന സംഭവം അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുക അല്ലെങ്കിൽ ഇതുപോലെ സർജറീസ് ഒക്കെ നടക്കുന്ന സമയത്തല്ല അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് അല്ലെ? അല്ലാതെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും പറ്റിയാലോ എന്താണ് അത് ആ പേഷ്യൻസിനെ ആയിരിക്കും, പേഷ്യന്റിന്റെ ലൈഫിനെ ആയിരിക്കും ഇത് ബാധിക്കുന്നത്. അപ്പൊ ഇതാണ് എന്താ പ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു എക്യുപ്മെന്റിനെ മാസങ്ങളോ ആഴ്ചകൾക്ക് മുമ്പ് എന്ത് ചെയ്യും? അതിന്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ കഴിച്ച് വെൽ സെറ്റ് ആയിട്ട് ആ ഉപകരണത്തിനെ ഉപയോഗിക്കാവുന്ന രീതിയിൽ, മറ്റൊരു അറ്റകുറ്റപ്പണികളൊന്നും ഇല്ലാതെ ഉപയോഗിക്കാവുന്ന രീതിയിൽ സജ്ജമാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ,
Yes. Yes, it sounds like SIGFI. SIGFI എന്ന് പറയുന്നത് എന്താണ്? സയൻസ് ഫിക്ഷൻ എന്ന് പറയില്ലേ നമ്മള്? സയൻസ് ഫിക്ഷൻ, ദാറ്റ്സ് ദ പവർ ഓഫ് പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ്. സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് എന്താ? സയൻസ് ഫിക്ഷൻ പവറും പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസും തമ്മിൽ എന്താണ് ഒരു ബന്ധം എന്താണ്? സയൻസ് ഫിക്ഷൻ നമ്മൾ എന്താണ് പറയുന്നത്? സയൻസ് ഫിക്ഷൻ അങ്ങനെ സംഭവിച്ചേക്കാം. നമ്മള് സയൻസിൽ പറയില്ല ഇങ്ങനെ അത് വരാം, അല്ലെങ്കിൽ ഇതിന് മുൻകൂട്ടി കണ്ട് നമ്മൾ തീരുമാനിക്കും ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, യെസ്, സയൻസ് ഓൾറെഡി പ്രൂവ്ഡ് ആണ് അല്ലെ, നമുക്കറിയാം. അപ്പൊ നമ്മുടെ ശാസ്ത്രലോകം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് മുൻകൂട്ടി കാണും ഇന്നത്തെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ സയൻസ് ഫിക്ഷൻ പോലെ തന്നെയാണ് എന്ത് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് വർക്കുന്ന രീതിയിൽ നമ്മൾ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മളൊരു എക്യുപ്മെന്റ് തകരാറാവുന്നതിന് മുമ്പ് തന്നെ നമ്മളത് പ്രെഡിക്റ്റ് ചെയ്യാണ് ഇന്ന തകരാറുകൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ എന്തെടുക്കണം? പ്രീ പ്ലാൻഡ് ആയിട്ട് ടെക്നോളജീസ് സന്നദ്ധമാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അത് മനസ്സിലായോ? ഇവിടെ PDM എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? PDM, പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് കേട്ടോ. പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് PDM. ഇത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. In the simplest terms, PDM is a precautionary maintenance strategy ideal for high-risk assets. It monitors the real-time condition of equipment through the methods like vibration analysis and alert maintenance vendors potential problem. By doing so, they have the required information to make them interventions. ഇനി നമ്മുടെ PDM തന്നെ കുറച്ചുകൂടി വിശദീകരിച്ച് പറയുന്നതാണ് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ PDM എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രിക്കോഷണറി മെയിൻ്റനൻസ് സ്ട്രാറ്റജി ഐഡിയൽ ഫോർ ഹൈ റിസ്ക് അസറ്റ്സ്. എന്താണ്? ഒരു പ്രിക്കോഷൻ ആണ്. നമുക്ക് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ടെക്നോളജി ഒരു പ്രിക്കോഷൻ ആണ് അല്ലെ? എന്തെങ്കിലും ഒരു ഹൈ റിസ്ക് ഉള്ള ഏതെങ്കിലും അസറ്റ്സിൽ ഏതെങ്കിലും ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് വന്നേക്കാം എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രമാണെന്ത്? PDM എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തേ, PDM ഇസ് എ പ്രിക്കോഷൻ. നമ്മളത് മുൻകൂട്ടി തയ്യാറാവണമെങ്കിൽ വരുവാണെങ്കിൽ അതിൽ പ്രിക്യൂർഡ് ആയിട്ടിരിക്കും, അത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. പ്രിക്കോഷണറി മെയിൻ്റനൻസ് സ്ട്രാറ്റജി ഐഡിയൽ ഫോർ ഹൈ റിസ്ക് അസറ്റ്സ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Then it monitors the real-time condition of equipment. എക്സാമ്പിൾ ആയിട്ട് വെരി ഗുഡ്, സൂസൻ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും മെയിൻ്റെനൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. ഓക്കെ, യെസ്. അതേപോലെ തന്നെയാണ് എന്ത്? ലിഫ്റ്റ്. ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ഫയർ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റെയർസ് ഉപയോഗിക്കുന്ന എന്തിനാണ്? ലിഫ്റ്റിൽ പോവാതെ സ്റ്റെയർസ് ഉപയോഗിക്കുന്ന എന്തിനാണ്? നമ്മുടെ ഹോസ്പിറ്റലിൽ അത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? എന്തെങ്കിലും ഫയർ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ലിഫ്റ്റ് ഉപയോഗിക്കരുത്, സ്റ്റെയർസ് ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഹോസ്പിറ്റലിൽ ബോർഡിൽ വെച്ചിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇത് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇൻ കേസ് ആ ഒരു സമയത്ത് ലിഫ്റ്റിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അകത്ത് പെട്ടുപോകും, ഫയർ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ? തീപിടുത്തത്തിനുള്ള സാധ്യതയുണ്ട്, എന്തെങ്കിലും സ്പാർക്ക് സംഭവിക്കും. ഓക്കെ, വെരി ഗുഡ്. യെസ്, അത്തരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇറ്റ് മോണിറ്റേഴ്സ്. ഇപ്പൊ പ്രെഡിക്റ്റീവ് മോണിറ്റേഴ്സ് എന്താണ്? Predictive maintenance is monitor the real-time condition of equipment and alerts maintenance when there is a potential problem. നമ്മളിങ്ങനെ ഈ പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു എക്യുപ്മെന്റിന്റെ റിയൽ ആയിട്ട് നമ്മൾ എപ്പോഴും എന്താണ് അതിന്റെ കണ്ടീഷൻ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ കണ്ടീഷൻ വാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ചില എക്യുപ്മെന്റ്സ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ചിലതിൽ എന്താവും, നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ വേറെ പ്രശ്നമില്ലാതിരിക്കും. പക്ഷെ ചില എന്തെങ്കിലും റിപ്പയറിംഗ് ഉണ്ടെങ്കിൽ അവിടെ വൈബ്രേഷൻസ് ഉണ്ടാവും അല്ലെ? ചില സൗണ്ട്സുകൾ കേൾക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് സ്പീഡിൽ പോയിരുന്ന ഒരു സാധനം വളരെ സ്ലോ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഫോൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
എപ്പോഴാണ് നമ്മളത് അതിനെ പ്രിഡിക്റ്റീവ് ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിന്റെ റിയൽ ടൈം കണ്ടീഷൻ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് അലേർട്സ് മെയിൻ്റെനൻസ് വർക്ക് ദർ ഇസ് എ പ്രൊട്ടക്ഷൻ. അപ്പൊ ഏതെങ്കിലും വൈബ്രേഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് എന്തൊരു പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇൻ കേസ് ചിലപ്പോ ചില ഉപകരണം ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്ന് വരാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ ഹൈ പ്രഷർ ഒക്കെ കൂടിക്കഴിഞ്ഞ് ഹൈ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാലൊക്കെ ചില സമയം അനങ്ങാതെ ഇരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോ അതിനുള്ളിൽ പ്രവർത്തനങ്ങൾ വളരെ മോശമായിട്ടാണ് നടക്കുന്നെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, by doing so they have the required information to make timely interventions. അപ്പൊ നമ്മൾ ഈ PDM സ്ട്രാറ്റജി ചെയ്യുന്നത് കൂടി പ്രെഡിക്റ്റീവ് മെയിൻ്റെനൻസ് ഓരോ എക്യുപ്മെന്റ്സിനും വേണ്ടി നമ്മൾ മുൻകൂട്ടി കാണുന്നത് കൂടി എന്താണ് നമുക്ക് കൃത്യമായിട്ട് ടൈംലി ഇന്റർവെൻഷൻസ് നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഓരോ എക്യുപ്മെന്റിനെ കുറിച്ചിട്ട് എന്താണ് നമുക്ക് റെലവന്റ് ആയിട്ട് ഇൻഫർമേഷൻ എപ്പോ ചെക്ക് ചെയ്ത് അപ്പൊ ക്ലിയർ ചെയ്ത് പോകാനും സാധിക്കും. ഓക്കെ, യെസ്. PDM എന്ന് പറയുന്നത് എന്താണ്? പ്രിഡിക്റ്റീവ് മെയിൻ്റെനൻസ് ടെക്നോളജി ആണ്. അത് ഒരു എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വീക്സുകളോ ദിവസങ്ങളോ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അതിന് മെയിൻറ്റെയിൻസ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അത് സംഭവിക്കാം എന്നുള്ള പ്രഡിക്ഷൻ കൊണ്ട് നമ്മൾ എന്താണ് അത് കറക്റ്റ് ആയിട്ട് റിപ്പയറിംഗ് ചെയ്യും. അതിൽ നിന്ന് എന്താണ് പല പ്രോബ്ലംസും ചിലപ്പോൾ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഏതെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും എക്യുപ്മെന്റിന് തകരാറുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? മിക്കതിലും വൈബ്രേഷൻസിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ഫോൾട്ട് ഒക്കെ കണ്ടുപിടിച്ച് നമുക്ക് അതിന് പ്രോബ്ലം ആണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനും സാധിക്കും. ഓക്കെ, മനസ്സിലായോ? അത് അതാണ് പ്രോആക്റ്റീവ് മെയിൻ്റെനൻസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്, മെഷേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു എക്യുപ്മെന്റിനെ കൃത്യമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുക, നല്ല മെഷേഴ്സുകൾ സ്വീകരിച്ചുകൊണ്ട് എക്യുപ്മെന്റ്സിനെ നിരന്തരമായിട്ട് നമ്മൾ പരിപാലിക്കുക, അല്ലെങ്കിൽ അതിന് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് അതിന് വേണ്ടി പ്രിപ്പയർഡ് ആവുക. ഓക്കെ, ഇതാണ് ഹോസ്പിറ്റൽ മെയിൻ്റെനൻസിന്റെ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസിൽ ഫസ്റ്റ് വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? അടുത്ത ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ്. ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ്. എന്ത് ഡിജിറ്റലൈസ് ചെയ്യാനാണ് പറയുന്നത്? മെയിൻ്റെനൻസ് മാനേജ്മെന്റിലെ ഇൻവെന്ററീസ് അല്ലെ, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എക്യുപ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻവെന്ററി മാനേജ്മെന്റ് ഡിജിറ്റലൈസ് ചെയ്യുക. ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, കമ്പ്യൂട്ടറൈസ്ഡ് ബേസ്ഡ് ഫംഗ്ഷൻ ആക്കുക അല്ലെ. നമ്മള് മാൻ പവറിനെ കൊണ്ട് ചെയ്യുന്നതും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഒരു കമ്പ്യൂട്ടർ ഫംഗ്ഷനിലൂടെ നമുക്കത് ചെയ്യാനായിട്ട് ഇൻവെന്ററീസ് കൺട്രോൾ ചെയ്യാനും അസറ്റ് ട്രാക്ക് ചെയ്യാനായിട്ടും സാധിക്കും അല്ലെ. അസറ്റുകൾ ട്രാക്ക് ചെയ്യാനും ഇൻവെന്ററി മാനേജ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഇൻവെന്ററീസിലൂടെ സാധ്യമാകുന്നത്? ഫസ്റ്റ് വൺ, ലോജിസ്റ്റിക് പ്രോബ്ലം, സപ്ലൈ ചെയിൻ ബോട്ട് ലൈൻസ്, മിസ്സിംഗ് ഗാഡ്ജറ്റ്സ് ആൻഡ് അൺഅവൈലബിൾ സ്പെയർ പാർട്സ് ആൻഡ് intolerable issues in hospitals. A team can control problems. That sentence is no. Problems by doing the following. So, പ്രധാനമായിട്ടും വരുന്നത് എന്തൊക്കെയാണ്? ലോജിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ, ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. സപ്ലൈ ചെയിൻ ബോട്ട് ലൈൻസ്. സപ്ലൈ ചെയിൻ ബോട്ട് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് എക്യുപ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോ ആണ് അവിടെ ബോട്ട് ലൈൻസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ മിസ്സിംഗ് ഗാഡ്ജറ്റ്സ്. എന്താണ് മിസ്സിംഗ് ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത്? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ഡിവൈസസുകൾ, ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ഡിവൈസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പേഷ്യന്റ് മോണിറ്റേഴ്സ് അല്ലെങ്കിൽ പോർട്ടബിൾ ഡെഫിബ്രിലേറ്റേഴ്സ്, മൊബൈൽ മെഡിക്കൽ ആപ്സുകൾ, അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ. അതായത് ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും റിലേറ്റ് ചെയ്തത് മെയിൻ്റെനൻസുമായി വർക്ക് ചെയ്ത് വരുമ്പോൾ ഈ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റുമായി നമ്മൾ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെയാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ വരുന്നത്. അതായത് ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതേപോലെ തന്നെ എന്താണ് സപ്ലൈ ചെയിൻ ബോട്ട് ലൈൻസ്, അതായത് വിതരണ ശൃംഖലയിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ് ഉണ്ടാകുന്നു. പിന്നെ എന്താണ് ഗാർഡ് ലൈൻസ്
എന്താണ് മിസ്സിംഗ് ഗാഡ്ജറ്റ്സ്. മിസ്സിംഗ് ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മെഡിക്കൽ ഡിവൈസസുകൾ മിസ്സാവുക. അതായത് പേഷ്യന്റ് മോണിറ്റേഴ്സ് അല്ലെങ്കിൽ പോർട്ടബിൾ ഡെഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്, പോർട്ടബിൾ ഡെഫിബ്രിലേറ്റേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ മെഡിക്കൽ ആപ്സുകൾ ഉണ്ട്, മൊബൈൽ മെഡിക്കൽ ആപ്സുകൾ ഉണ്ട്. ഇവയൊക്കെ മിസ്സിംഗ് ആവുക. അതോടൊപ്പം തന്നെ എന്താണ് അൺഅവൈലബിൾ സ്പെയർ പാർട്സ് ആർ ഇൻടോളറൻസ് ഇഷ്യൂസ്. അൺഅവൈലബിൾ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പെയർ പാർട്സുകൾ ലഭ്യമല്ലാത്ത രീതിയിൽ. അതായത് ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഇല്ലാതായി പോവുക. അതെന്തുകൊണ്ടാണ്? ഒന്നില്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ച പോലെ എന്തെങ്കിലും തരത്തിലുള്ള തെഫ്റ്റ് അല്ലെ, ആരെങ്കിലും ഒന്നെങ്കിൽ അത് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ മറ്റു കമ്പനികൾക്ക് വിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് അവിടെ എന്തെങ്കിലും തരത്തിലൊരു മോഷണം സംഭവിക്കുമ്പോഴാണ് ഇത്തരത്തില് എന്ത് സംഭവിക്കുന്നത്, എന്തെങ്കിലും സാധനങ്ങൾ കാണാതാവുന്നത്, പ്രത്യേകിച്ച് മെറ്റീരിയൽസുകൾ കാണാതാവുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആശുപത്രിയെ സംബന്ധിച്ചിടത്ത് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെന്ററീസും അസറ്റൊക്കെ എന്താണ് ഡിജിറ്റലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഫംഗ്ഷന്റെ കീഴിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിലാർക്കും തന്നെ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. നമ്മൾ മാൻ പവറിനെ വെച്ച് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ മോഷണമൊക്കെ ഉണ്ടാകുന്നത്, തെറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ഒരു പരിധി വരെ ഇതൊക്കെ ഇത്തരം പ്രോബ്ലംസ് അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ മിസ്സായി പോകുന്നത് അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽസ് ഓവർ സപ്ലൈ വരുന്നതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം മനസ്സിലായോ? യെസ്. അപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം? Digitalize spare parts inventory management with a capable CMMS or the other inventory management software to prevent stock out and wasteful excessive storage. എന്താണ് എല്ലാ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് സ്പെയർ പാർട്സ് അല്ലെ, ഓരോന്നിനും ഓരോ എക്യുപ്മെന്റ്സിനും സ്പെയർ പാർട്സുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം ഒന്ന് ഡിജിറ്റലൈസ് ചെയ്യണം. ഏതൊക്കെ എക്യുപ്മെന്റ്സ്, എന്തൊക്കെ സ്പെയർ പാർട്സുകൾ ഉണ്ട്, അതിന്റെ സ്റ്റോക്ക് ഒക്കെ എങ്ങനെയാണ്, അപ്പൊ അമിതമായ സ്റ്റോറേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം അത് കൺട്രോൾ ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്യണമെന്ന് നമ്മൾ എന്താണ് ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു CMMS സോഫ്റ്റ്വെയർ. CMMS എന്ന് പറയുന്നത് എന്താണ്? CMMS കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. നമ്മൾ അതിനെ കുറിച്ച് അടുത്ത ഭാഗത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നോക്കി, ഇപ്പൊ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ എല്ലാ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി വരുന്ന എല്ലാ ഫ്ലോസും അല്ലെങ്കിൽ സ്പെയർ പാർട്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ സ്റ്റോക്ക് ആൻഡ് സപ്ലൈനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഇൻവെന്ററീസ് മുഖാന്തരം ഡിജിറ്റലൈസ് ചെയ്യുന്നത് കൂടി എന്താണ് ഒരു പരിധി വരെ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇത്തരം സ്റ്റോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻവെന്ററി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് സ്പെയർ പാർട്സുകളൊക്കെ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് കൃത്യമായിട്ട് ഇൻവെന്ററി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം ഏതൊക്കെ എക്യുപ്മെന്റ്സുകളാണ്, ഏതൊക്കെ സമയത്താണ്, എങ്ങനെയാണ്, എത്ര എണ്ണമാണ് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ വേറെ തരത്തിലുള്ള ക്രമക്കേടുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്താണ്? Creative and exhaustive assessed register and deploy tool tracking software to discourage theft, carelessness and prevent duplicate purchasing. അപ്പൊ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ഡിജിറ്റലൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളൊരു അസറ്റ് രജിസ്റ്റേഴ്സ് അല്ലെ, അതായത് ടൂൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അസറ്റ് രജിസ്റ്റേഴ്സ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്? ഡിസ്കറേജ് തെഫ്റ്റ് അല്ലെ, എന്തെങ്കിലും മോഷണം ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. കെയർലെസ്നെസ് എന്താണ്? എന്തെങ്കിലും അശ്രദ്ധകൾ വന്ന് നമ്മൾ ഓവർ എക്യുപ്മെന്റ്സുകളായില്ലെങ്കിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ അവിടെയും വരെയാണെങ്കിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ്? പ്രിവെന്റ് ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസിങ്. അതായത് നമ്മളിപ്പോ 5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെന്റ്സ് പക്ഷെ അതിന് 5 ലക്ഷം രൂപ പോലും വില ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്താണ് നമുക്ക് തരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണെങ്കിൽ എന്താണ് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് രീതിയിൽ കണ്ടെത്തണമെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഫംഗ്ഷന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അതിലൊന്നും എന്താണ് മിസ്മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡാറ്റാസും നമുക്ക്, അതായത് എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് കൊടുക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ അത് ട്രാക്ക് ചെയ്യാനും
പെട്ടെന്ന് തന്നെ എന്താണ് അത് തിരിച്ചറിയാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഒരു അൾസർ രജിസ്റ്റേഴ്സ് തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ഈ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് പലതരത്തിലുള്ള തെറ്റുകൾ ഒഴിവാക്കാം, കെയർലെസ്നെസ് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻവെന്ററി മാനേജ്മെന്റ് ഡിജിറ്റലൈസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽസുകൾ എന്താണ് കാണാതെ പോലെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ ക്ലാസ്സില്? ബിൻഷിയും ആരെയും മാത്രമാണോ ക്ലാസ്സിലുള്ളത്? 40 പേര് ക്ലാസ്സിലുണ്ട്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഒന്നും മിണ്ടാതിരിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്താണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, ശരി കേട്ടോ. ഓക്കെ, ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ് ക്ലിയർ ആണോ? ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ഹോസ്പിറ്റൽ മെയിൻ്റനൻസിലെ ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ മെയിൻ്റനൻസുമായി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് എന്താ ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? മിസ്സിംഗ് ഗാഡ്ജറ്റ്സിന്റെ അവിടെ എഴുതി വെച്ചോ നിങ്ങൾ. മിസ്സിംഗ് ഗാഡ്ജറ്റ്സ് എന്തൊക്കെയാണെന്ന് മെഡിക്കൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എഴുതിക്കോളൂ കേട്ടോ. മെഡിക്കൽ ഡിവൈസസ് എന്തൊക്കെയാണ്? പേഷ്യന്റ് മോണിറ്റേഴ്സ്, portable defibrillators, mobile medical apps. Medical devices, patient monitors, portable defibrillator, mobile medical apps. അത് മാത്രമുള്ള കുറേ അനുമതി വരുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ കേട്ടു വെക്കാം കേട്ടോ. മനസ്സിലാക്കേണ്ടതാണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സോഫ്റ്റ്വെയറുകളൊക്കെ വിപുലീകരിക്കുന്നത് കേട്ടോ. അടുത്ത ബെസ്റ്റ് പ്രാക്ടീസസിൽ വരുന്നതാണ് എന്താ? പ്രയോറിറ്റൈസ് അസറ്റ് വിത്ത് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ പേഷ്യന്റ് വെൽബീയിങ്. പ്രയോറിറ്റൈസ് അസറ്റ് വിത്ത് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ പേഷ്യന്റ് വെൽബീയിങ്. അത് നമ്മുടെ രോഗിക്ക് ഇമ്പോർട്ടൻസ്, രോഗിയുടെ ക്ഷേമത്തിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് അസറ്റ്സുകൾ ഉണ്ടെങ്കിൽ കുറച്ച് എക്യുപ്മെന്റ്സുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കണം. പ്രത്യേകിച്ച് പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസിൽ തകരാറുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എക്യുപ്മെന്റ്സ്, അതായത് പേഷ്യൻസിന് മുൻഗണന കൊടുക്കേണ്ട അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ക്ഷേമത്തിന് നമ്മൾ നേരിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എക്യുപ്മെന്റ്സുകൾക്ക് കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കുക. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? പേഷ്യന്റ് റിലേറ്റഡ് എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? ഫ്രം വീൽ ചെയേഴ്സ് ടു ജനറേറ്റേഴ്സ്. വീൽ ചെയർ തുടങ്ങി ജനറേറ്റേഴ്സ് വരെ എന്താണ് പേഷ്യൻസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. വീൽ ചെയറും ജനറേറ്ററും മാത്രമല്ല കേട്ടോ, വീൽ ചെയർ തുടങ്ങി മൊത്തം എന്തൊക്കെ ഒരുപാട് എക്യുപ്മെന്റ്സ് അതിൽ വരുന്നുണ്ട്. അവർക്ക് നമ്മുടെ ഒരു പേഷ്യൻസിന് എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കുന്ന എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട് അതെല്ലാം തന്നെ അതിനുള്ളിൽ വരുന്നുണ്ട്. അപ്പൊ അതിനെന്താ എല്ലാത്തിനും നമ്മൾ എന്ത് കൊടുക്കണം? പ്രയോറിറ്റീസ് കൊടുക്കേണ്ടത്. Certainly all your assets and equipment are important. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ എക്യുപ്മെന്റ്സും ഇമ്പോർട്ടന്റ് തന്നെയാണ്. However, there need to be a clear value hierarchy. അപ്പോ നമ്മള് ഈ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് എക്യുപ്മെന്റ്സുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്ലിയർ വാല്യൂ ഹയറാർക്കി. വാല്യൂ ഹയറാർക്കി എന്ന് പറയുന്നത് എന്താണ്? ഒരു മൂല്യശ്രേണി ഉണ്ടായിരിക്കണം. മൂല്യശ്രേണി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് എക്യുപ്മെന്റ്സ് ആണ് ആദ്യം വരേണ്ടത്. ഹയറാർക്കിക്കൽ ഫോം പറഞ്ഞുകൊണ്ട് നമുക്ക് ഹയറാർക്കി എന്ന് പറയുന്നത് എന്താണ്? ശ്രേണി അല്ലെ, ശ്രേണി രൂപത്തിൽ. ശ്രേണി എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും ബേസിക് എക്യുപ്മെന്റ്സ് തുടങ്ങി, ബേസിക് ആവശ്യങ്ങൾ തുടങ്ങി നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള ആവശ്യങ്ങൾ വരെ നമ്മൾ എന്താണ് അതിന് പ്രയോറിറ്റി. ആദ്യത്തേത് നമ്മൾ കൊടുക്കുന്നത് ആദ്യത്തേനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. വീൽ ചെയർ ആണെങ്കിൽ വീൽ ചെയർ,
സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ സ്ട്രക്ചേഴ്സ്, അങ്ങനെ എന്താണ് നമ്മൾ ആ ശ്രേണി രൂപീകരിക്കും. ഒരു പേഷ്യൻസിന് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് അതിന്റെ ഒരു വാല്യൂ ശ്രേണി തീരുമാനിച്ചുകൊണ്ട്, അതായത് വാല്യൂ ശ്രേണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം ഏതാണ് വേണ്ടത്, അതിനുശേഷം ഏതാണ് വേണ്ടത്, അതിനുശേഷം ഏതാണെന്നുള്ളത് നമുക്ക് ആ ഒരു വാല്യൂ ശ്രേണിയിലൂടെ വാല്യൂ ഹൈറാർക്കിയിലൂടെ നമുക്കത് അറിയാൻ സാധിക്കും. ഓക്കെ, പ്രയോറിറ്റീസ് മീൻസ് നമ്മുടെ മുൻതൂക്കം കൊടുക്കേണ്ട എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള എക്യുപ്മെന്റ്സിനായിരിക്കും നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലെ? ഓക്കെ, പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്രയോറിറ്റിയിൽ ഫസ്റ്റ് വരുന്ന എക്യുപ്മെന്റ്സുകൾക്ക് ഒന്നും തന്നെ എന്താണ് അതെപ്പോഴും അവൈലബിൾ ആയിരിക്കണം, അതിനൊന്നും തന്നെ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല, അല്ലെ? എപ്പോഴും എന്താണ് അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കേണ്ട ഒരു എക്യുപ്മെന്റ്സുകളാണ്. അപ്പൊ അതിന് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. It is only natural that more important asset like electric generators, life support machine, surgical laser machine, anesthesia machine, infant incubators, firefighting system, etc. get more attention. നമ്മൾ ഈ ഒരു ഹൈറാർക്കിക്കൽ ഫോം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ശ്രേണി രൂപം എടുക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ മോർ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട കുറച്ച് അസറ്റ്സുകൾ ഉണ്ട്, അല്ലെ? കുറച്ച് എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും അണ്ടർലൈൻ ചെയ്യണേ? ഇലക്ട്രിക് ജനറേറ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ഇലക്ട്രിക് ജനറേറ്റേഴ്സ് വേണം, ലൈഫ് സപ്പോർട്ട് മെഷീൻസ് വേണം. ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഏതാണ്? ലൈഫ് സപ്പോർട്ട് മെഷീൻ അല്ലെ ലൈഫ് സേവിങ് മെഷീൻ എന്ന് പഠിച്ചിട്ടുള്ളത് ഏതാണ് നമ്മള്? വെന്റിലേറ്റർ, വെന്റിലേറ്റേഴ്സ്. ഓക്കെ, യെസ്, ഓക്കെ, വെരി ഗുഡ്. Then surgical laser machines, അല്ലെ? സർജിക്കൽ ലേസർ മെഷീൻസുകള്, അനസ്തേഷ്യ മെഷീൻസ്, infant incubators and ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഇത്തരം എക്യുപ്മെന്റ്സുകൾ എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ശ്രേണി എടുക്കുകയാണെങ്കിൽ, വാല്യൂ ഹൈറാർക്കി എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും ആദ്യത്തെ ഇമ്പോർട്ടൻസിൽ വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസറ്റ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഏതൊക്കെയാണ്, ഏതൊക്കെ അസറ്റ്സുകളാണെന്നൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടില്ല കേട്ടോ. ക്ലിയർ ആണോ? Yes. That being said, the frequency of testing and inspection for each asset will ultimately depend on OEM recommendations, asset age and usage, operating conditions and complaints requirements. ഇനി നമ്മൾ ഇവിടെ എന്താ പറയുന്നത്? ഇപ്പൊ നമ്മുടെ പേഷ്യൻസിന്റെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് കൊടുക്കുന്ന എക്യുപ്മെന്റ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്, അല്ലെ? അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തിരിക്കണം? Frequency of testing and inspection for each asset will ultimately depend on OEM recommendations. അതായത് OEM എന്ന് പറയുന്നത് എന്താണ്? OEM നോട്ട് ചെയ്യാം, ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സ് റെക്കമെൻഡേഷൻസ്. അതായത് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സിന്റെ റെക്കമെൻഡേഷൻസ്, അവരുടെ ശുപാർശകൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പേഷ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എല്ലാ അസറ്റ്സുകളും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിരിക്കണം, അത് ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തിന്റെ ശുപാർശകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? OEMന്റെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ട്. OEM എന്താണ്? ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സ്. അപ്പൊ OEMന്റെ ശുപാർശ പ്രകാരം ഓരോ എക്യുപ്മെന്റ്സിന്റെ ഫീച്ചേഴ്സുകൾ ഉണ്ടാവും, അല്ലെ? OEMന്റെ റെക്കമെൻഡേഷൻ ശുപാർശകൾ പ്രകാരം എന്താണ് ഓരോ എക്യുപ്മെന്റ്സിന്റെ ഫീച്ചേഴ്സ് അതാത് രീതിയിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അതായത് ഒറിജിനൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഇവര് പറഞ്ഞിരിക്കുന്ന ഓരോ എക്യുപ്മെന്റ്സിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഒറിജിനൽ എക്യുപ്മെന്റ്സ് ആണ്. അല്ലാത്ത പക്ഷം എന്താണ് അതിൽ എന്തെങ്കിലും ക്രമക്കേടുകളാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കാണിക്കുന്നുണ്ടെങ്കിൽ, എന്താണ് വയലേഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. OEMന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഓരോ അസറ്റ്സുകളും എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ asset age and usage, operating condition and complaints requirements. അപ്പൊ OEM റെക്കമെൻഡേഷൻസ് പ്രകാരം എന്താണ് അതിന്റെ യൂസേജ് എത്രത്തോളം, എത്ര രീതിയിൽ നമ്മൾ ഉപയോഗിച്ചു, എങ്ങനെ അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്, അതിന്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ എന്താണ് ഇത് കൃത്യമായിട്ട്
ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഇവിടെ OEM എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ഹിയർ ഇസ് എ ഗ്രേറ്റ് ഗൈഡ് ഓൺ പ്രയോറിറ്റൈസേഷൻ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ് ത്രൂ ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ഫോർ ദോസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ്. അതായത് നമ്മൾ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് ഗൈഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എന്താണ് പ്രയോറിറ്റൈസേഷൻ കൊടുക്കേണ്ട മെറ്റീരിയൽ അസറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇതിന്റെ ഗൈഡ്സ് ഉണ്ട്. അതായത് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡുകൾ ഉണ്ട്, എക്യുപ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടും ഈ പേഷ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രയോറിറ്റി കൊടുക്കുന്ന ഗൈഡുകൾ ഉണ്ട്, ഏതൊക്കെ അസറ്റ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ. ഓക്കെ, it is a great guide on the prioritization of medical equipment and its management through its life cycle for those interested in learning more. Okay, അതൊന്നും നോക്കണ്ട, ഇവിടെ വരെയുള്ള പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഇമ്പോർട്ടന്റ് ഉള്ളത് ഈ ഒരു പാരഗ്രാഫും ഈ 2 പാരഗ്രാഫും മാത്രം ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നുള്ളൂ, വേറെ ഒന്നും പഠിക്കണ്ട. ഓക്കെ, മനസ്സിലായോ? പ്രയോറിറ്റൈസ് അസറ്റ് വിത്ത് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ പേഷ്യന്റ് വെൽബീയിങ് എന്താണെന്ന്? നമ്മുടെ രോഗിയുടെ ക്ഷേമത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രയോറിറ്റി കൊടുക്കുന്ന അസറ്റ്സുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണെന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇനി അടുത്ത ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ട് റെഗുലർ ഇൻ ഹൗസ് ഓഡിറ്റ് ആൻഡ് അസസ്മെന്റ്. Conduct regular in-house audits and assessment. Encourage the practice of regular in-house audits and assessment of your hospital maintenance performance. ഇവിടെ എന്താണ് മിക്ക ചാപ്റ്റേഴ്സിലും പഠിച്ചിട്ടുണ്ടല്ലേ, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് എല്ലാവരും എന്താണ് എല്ലാ മന്തിലും ഒരു കൃത്യമായ ഒരു ഓഡിറ്റിംഗ് സംവിധാനം ചെയ്യാനാണ് അല്ലെ, അസസ്മെന്റ് അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് എല്ലാ മാസവും നമ്മളൊരു ഓഡിറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അതായത് വിലയിരുത്തലാണ്, ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ് ഓഡിറ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ദിസ് വിൽ സെർവ് ബൈ മെനി ബെനിഫിറ്റ്സ്. ഇപ്പൊ നമ്മൾ ഈ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മെനി ബെനിഫിറ്റ്സ്. ഈ ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് ഒരു കുറച്ച് ബെനിഫിറ്റ്സുകൾ നമുക്കുണ്ട്, കുറച്ച് ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അവിടെ നോക്കണ്ട. ഓഡിറ്റ് നടത്തുന്നത് എന്തിനാണ്? നമ്മള് ഒരു ഓഡിറ്റ് നടത്തുന്നത് എന്തിനാണ് ഒരു സ്ഥാപനത്തില്? ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട്. പ്രവർത്തനങ്ങളാണോ? യെസ്, പ്രവർത്തനങ്ങളും പറയും അവിടുത്തെ കണക്ക് വിവരങ്ങൾ അല്ലെ, ബഡ്ജറ്റിംഗ് വിവരങ്ങൾ വരെ എന്താണ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കാം ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്. ഈ റെഗുലർ ആയിട്ട് ഇൻ ഹൗസ് ഓഡിറ്റ് അല്ലെങ്കിൽ അസസ്മെന്റ് വിലയിരുത്തലുകൾ നടത്തുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ക്രിയേറ്റ് എ പ്രോആക്റ്റീവ് മെയിൻ്റനൻസ് വർക്ക് കൾച്ചർ. എന്താണ്? നമുക്ക് സജീവമായിട്ടുള്ള മെയിൻ്റനൻസ് വർക്ക് സംസ്കാരം തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതായത് ഇങ്ങനെ ഒരു ഓഡിറ്റിംഗ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ, ഈ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് നമ്മള് എന്താണ് ഒരു കൾച്ചർ, അതായത് മെയിൻ്റനൻസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൾച്ചർ എന്ന് വെച്ചാൽ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഓക്കെ, അതായത് പ്രോആക്റ്റീവ് മെയിൻ്റനൻസ് വർക്ക് കൃത്യമായിട്ട് നടക്കുന്നതിനുള്ള അല്ലെങ്കിൽ എന്താണ് പ്രൊസീജിയേഴ്സ് നടക്കാനായിട്ടുള്ള കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അപ്പം ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ റൂൾസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവര് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും, അവരവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം ഒരു കൾച്ചർ ഇല്ല അല്ലെങ്കിൽ പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്താണ്
നമുക്ക് എവിടെ നിന്നാണ് എങ്ങനെയാണ് അവർ വർക്ക് ചെയ്തത്, ഏതൊക്കെ പെർഫോമൻസ് ആണ് അവിടെ കൊടുത്തത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അപ്പൊ കുറച്ച് മാനദണ്ഡങ്ങൾ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനമാണ് മെയിൻ്റനൻസ് ടീമുകൾ കാണിക്കുന്നതെങ്കിൽ എന്താണ് ആ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് എന്താണ് അത് മെഷർ ചെയ്ത് നോക്കാനും ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ അസസ് ചെയ്യാനായിട്ടും സാധിക്കും അല്ലേ? യെസ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഓക്കെ. ഇനി അടുത്ത ബെനിഫിറ്റ് എന്താണ്? മീറ്റ് ആൻഡ് എക്സീഡ് ദ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റർ. മീറ്റ് ആൻഡ് എക്സീഡ് ദ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റർ എന്താണ്? അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഓഡിറ്റ് ചെയ്യുന്നതിന് പറ്റിയ പ്രാധാന്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ? റെഗുലർ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ആയിരിക്കും നമുക്ക്? We can exceed the expectation of external auditor. എന്തായിരിക്കും വരുന്നത്? വിലയിരുത്താൻ സാധിക്കും. അതായത് ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് ഇതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് അവിടുത്തെ പ്രവർത്തനങ്ങൾ നമ്മുടെ എക്സ്പെക്ടേഷൻസിന് അനുസരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ്, ഹോസ്പിറ്റലിന്റെ ഗോൾസ് അനുസരിച്ചിട്ടാണോ അവിടെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ടീം വർക്ക് ആണോ അവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ട്രസ്റ്റഡ് ടീം വർക്ക് ചെയ്തതിന് കാരണം എന്താണ്? പ്രത്യേകമായിട്ട് ആദ്യം കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിനൊരു കൾച്ചർ ഉണ്ട്. അതിന്റെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് കൾച്ചർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നെങ്കിൽ എന്താണ് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള സേവനങ്ങളായിരിക്കും അവർ തരുന്നത്. നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് റെഗുലർ അപ്പൊ എന്താണ് ആ ട്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു വിശ്വസനീയമായ രീതിയിൽ നമുക്ക് എന്താണ് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എന്ന് നമുക്കത് വിലയിരുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. Then keep track of performance measurement. Keep track of performance. Keep track of performance measurement. ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് അളക്കാനായിട്ട് സാധിക്കും? എന്ത് അളക്കാൻ സാധിക്കും? പെർഫോമൻസ് അല്ലെ? അതിനകത്ത് മെയിൻ്റനൻസ് ടീമിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ടും അത് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റും. ഇന്ന രീതിയിൽ ഓരോ എക്യുപ്മെന്റ്സുമായി റിലേറ്റ് ചെയ്ത് ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് അവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് സ്റ്റോപ്പ് ചെയ്യുന്നത്, എങ്ങനെ രീതിയിൽ പരിപാലിക്കുന്നത്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാനും അവർ എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ പ്രകടനം വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ. Then provide reliable data for audits and disputes, especially when everything is recorded inside a CMMS. Provide reliable data for audits and disputes. നമ്മൾ ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റയാണ് കൊടുക്കേണ്ടത്. എങ്ങനെയുള്ള ഡാറ്റ ആയിരിക്കണം കൊടുക്കേണ്ടത്? റിയലബിൾ ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം അവർക്ക് ഓഡിറ്റിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. എസ്പെഷ്യലി എങ്ങനെയുള്ളതായിരിക്കണം? when everything is recorded inside a CMMS. എങ്ങനെയുള്ള ഏതിലുള്ള ഡാറ്റയാണ് നമ്മൾ കൊടുക്കേണ്ടത്? കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിൽ സൂക്ഷിച്ചിരിക്കുന്ന അതേ സെയിം ഡാറ്റ തന്നെയായിരിക്കണം നമ്മൾ അതിലുള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന ഡാറ്റാസ് തന്നെയായിരിക്കണം നമ്മൾ എന്തിൽ കൊടുക്കേണ്ടത്? ഓഡിറ്റ് ചെയ്യാനും അസസ് ചെയ്യാനായിട്ട് അവർക്ക് അസസ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ അതിലൂടെ തന്നെ എന്താണ് നമുക്ക് ഈ ഡാറ്റാസ് അനലൈസ് ചെയ്യുന്നതിലൂടെ എന്താണ് എന്തെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ. ഓഡിറ്റ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്ലെ? കൃത്യമായിട്ട് റെഗുലർ ഓഡിറ്റ് നടത്തുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഹോസ്പിറ്റൽ റിലേറ്റഡ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്രമരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലർ ആയിട്ട് ഇൻ ഹൗസ് ഓഡിറ്റ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇതിന്റെ ബെനിഫിറ്റ്സിൽ ഞാൻ ടിക്ക് ചെയ്യുന്ന പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. പറയുന്ന പോയിന്റ് ടിക്ക് ചെയ്ത് പോകട്ടോ.
ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ആൻഡ് തേർഡ് പോയിന്റ്. ഫസ്റ്റും സെക്കൻഡും തേർഡും പഠിക്കാം കേട്ടോ. ഫസ്റ്റ്, keep track of performance and provide reliable data for audits. 3 പോയിന്റ് പഠിക്കാം. മനസ്സിലായോ? കണ്ടക്ട് റെഗുലർ in-house audit and assessment. അടുത്ത പ്രാക്ടീസസ് ആണ് എന്താ? ഇംപ്ലിമെന്റ് കമ്പ്യൂട്ടർ CMS ഫുൾ ഫോം ആണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഇംപ്ലിമെന്റ് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഇപ്പൊ നമ്മൾ മെയിൻ്റനൻസ് ടീമുമായി ബന്ധപ്പെട്ട് ബെസ്റ്റ് പ്രാക്ടീസസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ്? അതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റുക, അല്ലെങ്കിൽ അത് സോഫ്റ്റ്വെയർ അസിസ്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, CMMS. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. You might be wrongdoing. Do I really need one more software solution? Well, it's like look at what maintenance management encompasses. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുമായി റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള wrong doing അല്ലല്ലോ, വണ്ടറിങ് ആണല്ലോ. You might be wondering, do I really need one more software? നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് വായിച്ചപ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലേ? ഇതിൽ എങ്ങനെയാണ് സെന്റൻസസുകൾ കൊടുത്തിരിക്കുന്നതെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തത്? നമ്മൾ ഇതുവരെ ടെക്സ്റ്റുകൾ പഠിച്ച പോലെ അല്ല, വളഞ്ഞു തിരിഞ്ഞ് ഒരാള് പറയുന്ന പോലെയൊക്കെയാണ് പറയുന്നത് അല്ലെ? അല്ലെ? ഒന്ന് ശ്രദ്ധിച്ചില്ലേ? യെസ്. ഒരാവശ്യമില്ലായിട്ട് അതിന്റെ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മള് നേരെ പഠിക്കേണ്ടത് ഇങ്ങനെ പഠിക്കുന്ന ഒരു പരിപാടിയായി പോയത്. അതാണ് PG അല്ലെ? PGക്ക് നമ്മൾ വേറെ പോസ്റ്റ് ഗ്രാജുവേഷന് കാരണം വേറെ എന്തെങ്കിലും ഒരു അർത്ഥം കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ വേറെ ഒന്നുമില്ല, നമ്മുടെ CMMSമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ അത്രയും നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, ദ സ്കോപ്പ് ഓഫ് മെയിൻ്റനൻസ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിന്റെ സ്കോപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു? ഓക്കെ, നോക്കാം. First one, budget management, work planning and organization, asset management, people management, MRO inventory and supplier management, and contractor management. ഓരോന്ന് നോക്കാം. ബഡ്ജറ്റ് മാനേജ്മെന്റ്. അപ്പോൾ CMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും? ബഡ്ജറ്റ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. മാനേജിങ് മെയിൻ്റനൻസ് ബഡ്ജറ്റ് ആൻഡ് മെയിൻ്റനൻസ് റിലേറ്റഡ് എക്സ്പെൻസസ്. അതായത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എന്താണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനും, അതുപോലെ തന്നെ എന്താണ് റിലേറ്റഡ് എക്സ്പെൻസസ്, ഓരോ ഉപകരണങ്ങളുമായി മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സാധിക്കുന്നു? CMMS ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. ഫസ്റ്റ് സ്കോപ്പ് എന്താണ്? ബഡ്ജറ്റ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? മാനേജിങ് മെയിൻ്റനൻസ് ബഡ്ജറ്റ് ആൻഡ് മെയിൻ്റനൻസ് റിലേറ്റഡ് എക്സ്പെൻസസ്. Next, contractor management, negotiating maintenance contracts, managing details around outsourced maintenance work. എന്താണ് കോൺട്രാക്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഏതെങ്കിലും വിവിധ തരത്തിലുള്ള കരാറുകള്, ചർച്ചകള്, അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, കോൺട്രാക്ടിങ് മാനേജ്മെന്റ്, നെഗോഷിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മെറ്റീരിയൽസ് മാനേജ്മെന്റിലെ. അതായത് മെയിൻ്റനൻസ് എക്യുപ്മെന്റ്സുമായി മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് കമ്പനീസുമായിട്ടുള്ള എല്ലാ കരാർ ഇടപാടുകളിലും അതിന്റെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ കൈകാര്യം ചെയ്യുന്നതും മെയിൻ്റനൻസ് വർക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതും എന്തിലൂടെയാണ്? നമ്മളിപ്പോ CMMS സോഫ്റ്റ്വെയറിൽ കൂടെ തന്നെയാണ് കേട്ടോ. ഓക്കെ, യെസ്. Then MRO inventory and supplier management. MRO inventory and supplier management. എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അതില്?
maintaining an ideal MRO inventory stock balance, negotiating item prices, managing spare parts supplies. MRO എന്താണ്? Maintenance, repair and operations. എഴുതി വെക്കൂ. Maintenance, repair and operations. Maintenance, repair and operations. Maintenance, repair and operations. Okay, എഴുതി എല്ലാവരും. ശരി. CMMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് എന്താണ്, അതായത് മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓപ്പറേഷൻസ്, ഏതെങ്കിലും എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തകരാറുകൾ വന്നല്ലെങ്കിൽ എന്താണ്, MRO ഇൻവെന്ററിയിൽ സ്റ്റോക്ക് ബാലൻസ് എത്രയാണ്, മെയിൻ്റനൻസ് ചെയ്യേണ്ട എക്യുപ്മെന്റ്സിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ നെഗോഷിയേറ്റിംഗ് ഐറ്റം പ്രൈസസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മാനേജിംഗ് സ്പെയർ പാർട്ട് സപ്ലൈസ്, അല്ലെങ്കിൽ എന്താണ് പ്രത്യേകമായിട്ട് സ്പെയർ പാർട്സ് ഒക്കെ നിയന്ത്രിക്കുന്നത്, അതായത് എക്യുപ്മെന്റ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഏതെങ്കിലും എക്യുപ്മെന്റ്സ് റിപ്പയറിങ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും എന്തിൽ വരുന്നുണ്ട്, MRO ഇൻവെന്ററീസിലാണ് വരുന്നത്. MRO ഇൻവെന്ററീസ് ആണ് സപ്ലയർ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? CMMS ആണ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ ആ സോഫ്റ്റ്വെയറിലാണ് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓപ്പറേഷൻസ് ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്? നമ്മൾ CMMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. സ്പെയർ പാർട്സിന്റെ സപ്ലൈസും അവൈലബിലിറ്റി ഒക്കെ നമുക്ക് അതിലൂടെ ചെക്ക് ചെയ്ത് ട്രാക്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, then work planning and organization. Work planning and organization എന്തൊക്കെയാണ് അതില്? പ്ലാനിങ്, റുട്ടീൻ, പ്രിവെന്റീവ് വർക്ക്, മാനേജിംഗ് വർക്ക് റിക്വസ്റ്റ്സ്. ഇതൊക്കെയാണ് എല്ലാ തരത്തിലുള്ള വർക്ക് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ നോക്കും. പിന്നെ റുട്ടീൻ, പ്രിവെന്റീവ് വർക്ക്സുകൾ നോക്കുന്നു. പിന്നെ എന്താണ്, മാനേജിംഗ് വർക്ക് റിക്വസ്റ്റുകൾ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ജോലി അഭ്യർത്ഥനകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതും CMMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്ലാനിങ്ങും ഓർഗനൈസ് ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് മാനേജിംഗ് വർക്ക് റിക്വസ്റ്റുകൾ, ഏതെങ്കിലും ജോലി അഭ്യർത്ഥനകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. Then asset management. Asset management, managing asset throughout their life cycle. Asset management എന്താണ്? ഏതെങ്കിലും എക്യുപ്മെന്റ്സ്, അസറ്റ് മീൻസ് നമ്മുടെ എക്യുപ്മെന്റ്സുകളാണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അത് ഉടനീളം നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൈഫ് സൈക്കിൾ ഉടനീളമായിട്ട് നമ്മൾ അത് അസറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന, എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും CMMS-ലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ പീപ്പിൾ മാനേജ്മെന്റ്. ഇതാണ് പീപ്പിൾ മാനേജ്മെന്റ്. ഹയറിംഗ്, ഓൺബോർഡിംഗ് ആൻഡ് ട്രെയിനിങ് ഓൾ മെയിൻ്റനൻസ് വർക്കേഴ്സ്. എന്താണ് പീപ്പിൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ? എന്താണ്, എല്ലാ സ്റ്റാഫ്സിനെയും കൂടി മാനേജ് ചെയ്യുന്നത്, ഹയറിംഗ് ചെയ്യുന്നു, ഓൺബോർഡിംഗ് ചെയ്യുന്നു, അതിന്റെ ട്രെയിനിങ് ഓൾ മെയിൻ്റനൻസ് വർക്കർ, വേണ്ട മെയിൻ്റനൻസ് റിലേറ്റഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പരിശീലനങ്ങളും ആർക്ക് കൊടുക്കുന്നു? സ്റ്റാഫുകൾക്ക് കൊടുക്കുവാനും ഈ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതായത് അവർ നിയമിക്കുകയും പരിശീലനം കൊടുക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധിക്കുന്നത് കേട്ടോ. യെസ്, മനസ്സിലായോ? അത് എന്തൊക്കെയാണ് സ്കോപ്പ് ഓഫ് മെയിൻ്റനൻസ് മാനേജ്മെന്റിൽ വരുന്നത്? ബഡ്ജറ്റ് മാനേജ്മെന്റ്, കോൺട്രാക്ട് മാനേജ്മെന്റ്, MRO ഇൻവെന്ററി and supplier management, work planning and organization, asset management and the people management. Okay, ഇപ്പൊ പറഞ്ഞ ഇതില് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. മാം, MRO എന്ന് പറയുന്നത് മെയിൻ്റനൻസ്, റിപ്പയർ, ഓപ്പറേഷൻ അല്ലേ? Repairs and operations. ഓപ്പറേഷൻ. ഓക്കെ ഓക്കെ.
ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒരു വലിയൊരു ചാപ്റ്റർ കൂടി നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ. വലിയൊരു ചാപ്റ്റർ നമ്മൾ അത്യാവശ്യം വലുതാണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നൊരു ചാപ്റ്റർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? യെസ്, വലിയ ചാപ്റ്റർ ആണ്. ആ ഒരു ചാപ്റ്റർ തന്നെ 3 ടീച്ചേഴ്സ് എങ്കിലും ഷെയർ ചെയ്തെടുത്താലേ ലാസ്റ്റ് മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ ആണ്. 7th മൊഡ്യൂൾ നമുക്ക് അടുത്ത വീക്കിൽ മാക്സിമം തീർക്കാൻ നോക്കാം കേട്ടോ. എന്നാലും അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. PGയുടെ ചാപ്റ്റേഴ്സ് ഒത്തിരി ടഫ് ആണല്ലോ മാം. അതല്ലേ PG, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നാണ് പ്രത്യേകത. യെസ് മാം. ഇതിപ്പോ നമ്മൾ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും പോസ്റ്റ് ഗ്രാജുവേഷൻ കുറച്ച് ടഫാണ്. കുറച്ചൊന്നല്ല, അത്യാവശ്യം ടഫാണ്. ഡിപ്ലോമ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു അല്ലേ? ഡിപ്ലോമയില് നിങ്ങൾക്ക് 3rd, 4th മൊഡ്യൂളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇത് എന്തെങ്കിലും ഒരു രക്ഷയുണ്ടാകും. അതിന് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ട കാര്യം, അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു പോയാൽ മതി കേട്ടോ. ഇത്ര Okay, ചെയ്യാനുള്ളത്. അല്ലാതെ നിങ്ങൾ ഇപ്പൊ ഈ ടെക്സ്റ്റിൽ കിടന്ന് കുഴഞ്ഞു മറിഞ്ഞ് പഠിച്ചിട്ട് തല പുകഞ്ഞിട്ട് ഒരു കാര്യമില്ല. ടെക്സ്റ്റ് വായിച്ചു നോക്കാം, ബാക്കി ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു. ഇത്രയേ ഉള്ളൂ, അതാണ് നമുക്ക് ചെയ്യാനുള്ളൂ. എക്സാമിന്റെ PGയുടെ ഗൈഡ് തന്നിട്ടുണ്ടോ? യെസ്. ഗൈഡ് പഠിക്കുക, പിന്നെ നമ്മൾ തരുന്ന മോക്ക് ടെസ്റ്റുകൾ പഠിക്കുക. അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഓരോ ചാപ്റ്റർ എടുക്കുന്ന അനുസരിച്ച് എല്ലാ ദിവസവും പഠിച്ചോളൂ. സമയം കണ്ടെത്തി പഠിച്ചു തുടങ്ങിക്കോ. ലാസ്റ്റ് എല്ലാം കൂടി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. Thank you, Miss. താങ്ക് യു. Thank you, ma'am.